വർഷങ്ങളായി നിരവധി തലങ്ങളിൽ പോരാടിയ ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ശ്രീരാമ ജന്മഭൂമി. നിരവധി തലമുറകളാണ് ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ ഭൂമി വിട്ടകന്നുപോയത്. എന്നിട്ടും കാത്തിരിപ്പും പോരാട്ടവുമൊക്കെ തുടർന്നു. ഒടുവിൽ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ച അതേ സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിതു. ഇത് ഒരു ചരിത്ര സന്ദർഭമാണെന്ന് വ്യക്തമാക്കി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. ജയ് രാംലല്ല ഭഗവാൻ കി ജയ്, ഭാരത് മാതാ കി ജയ്, ജയ് ജയ് സീതാറാം എന്ന് അഭിസംബോധന ചെയ്താണ് യോഗി ആദിത്യനാഥ് എത്തിയത്. ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ചരിത്ര സന്ദർഭമാണ്. ഭാരതത്തിലെ ഓരോ നഗരവും ഓരോ ഗ്രാമവും അയോധ്യാധാമമാണ്. എല്ലാ മനസ്സിലും രാമന്റെ നാമമുണ്ട്. എല്ലാ നാവും രാമന്റെ നാമം ജപിക്കുന്നു. എല്ലാ അണുവിലും രാമന്റെ സാന്നിധ്യമുണ്ട്. എല്ലാ കണ്ണുകളും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തേത്രായുഗത്തിൽ എത്തിയതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിരവധി തലമുറകൾ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ ഭൂമി വിട്ടുപോയി. എന്നിട്ടും കാത്തിരിപ്പും പോരാട്ടവും ഒക്കെ തുടരുകയായിരുന്നു. വർഷങ്ങളായി നിരവധി തലങ്ങളിൽ പോരാടിയ ലോകത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും ശ്രീരാമ ജന്മഭൂമി. ഒടുവിൽ ഇന്ന് ദശലക്ഷക്കണക്കിന് സനാതന വിശ്വാസികളുടെ ത്യാഗം പൂർത്തീകരിക്കുന്ന സുവിശേഷ സന്ദർഭം വന്നിരിക്കുന്നു. ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചെടുത്ത് തന്നെ പണിതു എന്ന സംതൃപ്തിയും ഇന്നുണ്ട്. ഒടുവിൽ രാംലല്ല സിംഹാസനത്തിൽ തിരിച്ചെത്തി. രാമക്ഷേത്രത്തിനായുള്ള 500 വർഷത്തെ അന്വേഷണമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നിറവേറ്റിയത്. ഭാരതത്തിലെ ഓരോ വീഥികളും രാമജന്മഭൂമിയിലാണ് അവസാനിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ നീണ്ട പോരാട്ടത്തിന്റെ അന്തിമ വിജയമാണിതെന്നായിരുന്നു യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തത്. അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള 11 ദിവസത്തെ ഉപവാസം ഇപ്പോൾ പ്രധാനമന്ത്രി അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിലെ പുരോഹിതനിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് ഭക്ഷിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ കഠിനവ്രതം അവസാനിപ്പിച്ചത്. 3 തവണ പ്രസാദം സ്വീകരിച്ച പ്രധാനമന്ത്രി പുരോഹിതന്റെ പാദം തൊട്ട് വണങ്ങിയതിന് പിന്നാലെയാണ് വേദിയിലിരുന്നതും. മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നതിനായി 11 ദിവസത്തെ വ്രതമാണ് അദ്ദേഹം അനുഷ്ഠിച്ചതും. അതിരാവിലെ ആചാര്യ നിർദ്ദേശപ്രകാരമുള്ള മന്ത്രോച്ചാരണത്തോടെയാണ് മുഹൂർത്തത്തിൽ 1 മണിക്കൂർ 11 മിനിറ്റ് ജപം നടത്തും. ജനുവരി 12-നാണ് പ്രധാനമന്ത്രി വ്രതം ആരംഭിച്ചതും. അനുഷ്ഠാനത്തിന്റെ ഭാഗമായി പുതപ്പ് വിരിച്ച് തറയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം. കരിക്കിൻ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. സാത്വിക ഭക്ഷണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഗോപൂജ, അന്നദാനം, ക്ഷേത്ര ദർശനം എന്നിവയിലും ഈ ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 500 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ശ്രീരാമൻ വീണ്ടും തിരികെ സ്വന്തം മണ്ണിലേക്ക് ജനങ്ങളെ കാണാൻ എത്തിയതായിട്ടാണ് RSS സംഘചാലക് മോഹൻ ഭഗവതും വ്യക്തമാക്കിയത്. വനവാസം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ തിരികെ എത്തിയ ഈ ദിനം ഭാരതത്തിലെ ജനങ്ങൾ വിശേഷപ്പെട്ട ദിനമായി തന്നെ കണക്കാക്കുന്നു. 500 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ശതാബ്ദങ്ങൾ നീണ്ടുനിന്ന പരിശ്രമങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലമായി ശ്രീരാമചന്ദ്രൻ വീണ്ടും നമ്മെ കാണാൻ അയോധ്യയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. ഈ ദിനം ഓരോ ഭാരതീയനും വിശേഷപ്പെട്ട ദിനമാണ്. അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. രാംലല്ലയുടെ കഥകൾ ഏതൊരാൾക്കും വേദനകളും സങ്കടങ്ങളും മായ്ച്ചു കളയാനുള്ള ശക്തിയായി പ്രദാനം ചെയ്യുന്നതാണ്. ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളെ സാക്ഷിയാക്കി ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായിരുന്നു. 84 സെക്കൻഡ് നേരത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായിരുന്നു ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.